90s കിഡ്സിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റത്തിന്റെ റെസിപ്പി ഞാൻ ഒരുപാട് നാൾ തപ്പി നടന്നിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഇതിന്റെ പേരറിയാവുന്നവർ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞങ്ങൾ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും പറയാറുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, പഞ്ചസാര പൊടിച്ചത്, സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പിന്റെ താഴെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ലാത്തിന്റെ മെഷർമെന്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇത് നമ്മൾ നല്ലപോലെ കുഴച്ച ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് എടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടി നീളത്തിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മിസ്റ്റർ ഗോൾഡിന്റെ റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തിട്ടുള്ളത്. ഇത് 1 ലിറ്റർ ബോട്ടിലാണ്. കൃത്യമായ അളവും ഗുണമേന്മയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഇത് വറുത്തെടുക്കുന്ന സമയത്ത് ഇളം ചൂടിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ വറുത്തെടുക്കണം. എന്നാലേ ഇതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് കാരമലിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചതും കൂടെ ചേർത്ത് ഉടനെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടിയായി പോകട്ടാ. ചൂടാറിയ ശേഷം ഓരോന്നായിട്ട് വേർതിരിച്ചെടുക്കാം. അപ്പൊ പണ്ടത്തെ സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.